ആന്റി, നിങ്ങൾ ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ ഒന്നും അല്ല, എന്നെ പോലെയോ അല്ല. വലിയ കില്ലാടിയാ നിങ്ങള്. എന്നെ പറ്റി ഒരാളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയില്ല. സുഹാസിനി മേനോൻ എന്നുള്ള എന്റെ പേരിന് കിട്ടിയിരിക്കുന്ന ബഹുമാനം വെറുതെയൊന്നുമല്ല. അത് നേടിയെടുക്കാൻ ഞാൻ കുറേയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ആദ്യത്തെ തവണ കണ്ടപ്പോ തന്നെ വളരെ ഇംപ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. വേദാന്ത് മേനോൻ സാമ്രാജ്യത്തിന് നിങ്ങൾ ദൈവമാതാവിനെ പോലെ ഉള്ളതെന്ന്. എനിക്ക് നിങ്ങളെപ്പോലെ ആവാൻ ഭയങ്കര ആഗ്രഹം ആന്റി. മനസ്സ് വെച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല സാഹിത്യ. ഇപ്പൊ നീ അതേ സാമ്രാജ്യത്തിന്റെ പടി ചവിട്ടിക്കൊണ്ടിരിക്കെ. അവിടെ മുകളിൽ പോയി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നീ നടക്കുന്നത് എപ്പോഴും പൂവിരിച്ച പാതയിലല്ല, മുള്ളിന്റെ പുറത്താണെന്നുള്ളത് നല്ലപോലെ ഓർമ്മ വേണം. ഉറപ്പായിട്ടും ആന്റി, അതിലെന്ത് പ്രശ്നം വന്നാലും ഞാൻ അത് ഉറപ്പായിട്ടും ചെയ്യും. ഇപ്പൊ നിന്നോട് ഞാൻ പറഞ്ഞ ഈ പ്ലാൻ കറക്റ്റായിട്ട് എക്സിക്യൂട്ടീവ് ചെയ്താ നീയും ഉറപ്പായിട്ടും എന്നെ പോലെ ആവും. പൂജ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അമൂല്യക്കും അവളുടെ ഫാമിലിക്കും വീടിന്റെ പുറത്തേക്കുള്ള വഴി ഉറപ്പായിട്ടും ഞാൻ ഒരുക്കി കൊടുക്കും ആന്റി. വിക്കി, ഈ ബ്ലൗസിന്റെ ഹുക്ക് ഒന്നിട്ടേരോ? വിക്കി, എന്തീ നോക്കുന്നത്? ഹുക്ക് ഇട്ടേരാനല്ലേ പറഞ്ഞ? വിക്കി, എന്തീ കാണിക്കുന്നേ? സോറി ഞാനെപ്പോ ഹുക്ക് ഇട്ടേ. ഞാൻ പറയുന്നത് കേക്ക് വിക്കി. ഇവിടെ ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്. ആരെങ്കിലുമൊക്കെ ഇത് വന്ന് കാണുമ്പോ നമുക്കത് നാണക്കേടല്ലേ വിക്കി? ആരെങ്കിലും വന്നാൽ തന്നെ നമ്മൾ നമ്മുടെ ലോകത്താന്ന് വിചാരിച്ചിട്ട് അവർക്കൊന്നും വേണ്ടാതെ പൊക്കോളും. പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ കപ്പിളുള്ള റൂമില് അങ്ങനെ ആരും അങ്ങനെ കയറി വരാറുള്ളൂ. ഈ വിശ്വസുന്ദരിയെ എന്റെ മുറിയിൽ ഇങ്ങനെ കിട്ടുമ്പോ ഉപവാസത്തിലിരിക്കാൻ ഞാനെന്താ മണ്ടന്?
ഇന്നലെ മുതലേ എന്റെ ടൈം ശരിയല്ല. ഒരാളുടെ സമയം ശരിയല്ലെങ്കിൽ മറ്റൊരാളുടെ സമയം കൂടെ നശിപ്പിക്കാൻ നോക്കരുത്. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കും, ഞാൻ അറേഞ്ച് ചെയ്ത് തന്നേക്കാം. പക്ഷെ പെട്ടെന്നൊക്കെ ചാടി എന്റെ റൂമിലോട്ട് ഇങ്ങനെ പ്രത്യക്ഷമാവുന്നിക്കല്ലേ. സോറി ചേച്ചി, എനിക്കറിയില്ലായിരുന്നു. സിദ്ധാർത്ഥ്, താൻ എന്നെ ഈ ജോലിക്ക് വിളിച്ചേതായാലും നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇതൊക്കെ എങ്ങനെയാ ചെയ്യുന്ന ഇപ്പോഴും ഐഡിയ ഉണ്ടാവില്ലായിരുന്നു. സിദ്ധാർത്ഥ്, താൻ ഇതൊക്കെ എങ്ങനെയാടോ പഠിച്ചത്? ഇതിനൊക്കെ പ്രത്യേകിച്ച് സ്കില്ല് വേണ്ടേ? സ്കില്ലാ? ഐ മീൻ ഇത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തില്ലെങ്കിലേ ഈ വാഴയില യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എക്സ്പീരിയൻസ് വേണ്ട ഇത് മുറിക്കാൻ. നമ്മുടെ വീട്ടിൽ പൂജയൊക്കെ നടക്കുമ്പോ അമ്മ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഈ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയത്. പിന്നെ ഇതിൽ നീ പറഞ്ഞതുപോലെ നല്ലതുപോലെ സ്കില്ലും പെർഫെക്ഷന്റെ ഒന്നും ആവശ്യമൊന്നും വരില്ല. ഇതിന് വേണ്ടത് കുറച്ച് കോൺസെൻട്രേഷൻ മാത്രം. ഓ അതെ അല്ലേ? ഞാൻ പഠിപ്പിച്ചുതരാം. ആദ്യം ഇങ്ങനെ കീറിയെടുക്കണം. വേദത്തിന് മനസ്സിലായോ? ആ എനിക്ക് മനസ്സിലായി. നേരത്തെ പറഞ്ഞതുപോലെ കോൺസെൻട്രേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ചെയ്തു പിന്നെ വേദാന്ത്, ഒന്നങ്ങോട്ട് നോക്കി. ഇനി എങ്ങോട്ട് നോക്കി? മുത്തശ്ശി, എന്താടാ മോനെ, നിന്റെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞോ? മുത്തശ്ശി എല്ലാം കഴിഞ്ഞു. ഐ മീൻ എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഐ മീൻ ടു സേ എല്ലാം ഞാൻ ഇപ്പൊ തന്നെ തീർക്കാൻ നോക്കാം മുത്തശ്ശി.
ഇതെല്ലാം സ്വർണ്ണാണോ? അതി മോളെ അഞ്ജു. അയ്യോ എന്റെ പൊന്നു ചേച്ചി, ഇതൊക്കെ എന്തിനാ ഞങ്ങളെ ഇടിപ്പിക്കുന്നേ? വേണം വേണ്ട എന്നുള്ള പറച്ചിലൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ ചേച്ചിയാ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അനുസരിക്കണം. ആണോ? ശരി, കറക്റ്റ് ആയിട്ടെ. അതെല്ലേ അഞ്ജു, നീ ഇതിട്ട് നോക്ക്, നല്ലതാണോ എന്ന്. വളരെ നന്നായിട്ടുണ്ട് ചേച്ചി. എന്റെ ഫേവറേറ്റ് കളർ. നല്ല രസമുണ്ടല്ലേ അഹങ്കാരി കുരങ്ങ. എന്റെ നന്നായത്. എന്റെ ഒരു രസമില്ല. അയ്യോ, ഇതിന് നിങ്ങൾ വഴക്കിടണോ? ഒന്നും മിണ്ടാതിരുന്നേ. ആരതി, ഈ ആഭരണങ്ങളൊക്കെ കാണുമ്പോ വളരെ വിലയുള്ളതാണെന്ന് തോന്നുന്നല്ലോ. എന്തിനാ ഇതൊക്കെ ഇവർക്ക് കൊടുത്ത മോളെ? ആദ്യേട്ടത്തിയുടെ കല്യാണത്തിന് നമ്മൾ ഒരു തരി സ്വർണ്ണം ഇടാൻ വേണ്ടി എന്തോരം ആഗ്രഹിച്ചിരുന്നെന്നറിയോ അമ്മയ്ക്ക്? സ്വർണ്ണം ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണം ഇട്ടോണ്ടിരുന്ന. ഇപ്പൊ ഞാൻ എന്റെ അമ്മയ്ക്ക് ഇതേ സ്വർണത്തിന്റെ മാല തരാൻ പോവാ. ഇനി ഇതെല്ലാം എന്റെ അമ്മയുടെ. അമ്മ ഇട്ടോ? ഇല്ല മോളെ, ഈ ആഭരണമൊക്കെ മോള് തന്നെയല്ലേ ഇടേണ്ടത്. വിക്കി എനിക്ക് ഇതെല്ലാം വാങ്ങിച്ചു തന്ന സമയത്ത് ഇനിയുള്ള ഫംഗ്ഷൻസ് വരുമ്പോ നിങ്ങൾ ഇതൊക്കെ ഇടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ട, പറ്റില്ല എന്നൊന്നും പറയാൻ നിക്കണ്ട. അമ്മയുടെ കഴുത്തിലെ മാല കിടന്ന് കാണുമ്പോ എനിക്ക് എത്ര സന്തോഷമുണ്ടെന്നറിയോ? ഇത് അമ്മൂന്. ചേച്ചി, അമ്മയുടെ കഴുത്തിൽ എനിക്കൊരു സ്വർണ്ണമാല കാണാൻ പറ്റിയില്ലേ? ഇനിയിപ്പൊ എനിക്ക് എന്തിനാ? ഏട്ടത്തിയുടെ കല്യാണത്തിന് നിന്റെ കഴുത്ത് വെറുതെ കിടക്കാന്നും പറഞ്ഞിട്ട് വല്യമ്മല്ലേ നിനക്ക് സ്വർണം തന്നത്. ഇപ്പൊ ഞാനല്ലേ തരുന്നേ, വെറുതെ ഇട്. നീ എപ്പോഴും എനിക്ക് എന്റെ അമ്മയെ പോലെ. ആരൊക്കെ എനിക്കുണ്ടെങ്കിലും എന്റെ അനിയത്തിമാർക്കും എന്റെ അമ്മയ്ക്കും ഒന്നിനൊരു കുറവും വരാൻ പാടില്ല. അതാ എന്റെ ആഗ്രഹം. ആദ്യ, നീ എന്തായി ചെയ്യുന്നേ? ഭാര്യയായ ഭർത്താവിന്റെ ഒരു വാക്കെങ്കിലും കേൾക്കണം. ഈ വക ജോലിയൊന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പൂജയൊക്കെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലല്ലേ, അപ്പൊ എന്തായാലും പണികളൊക്കെ ചെയ്തല്ലേ പറ്റൂ. ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ കേൾക്കാറില്ലല്ലോ. ഇതൊക്കെ ചെയ്യാനായിട്ട് ഞാനിവിടെ ഇല്ലേ? ശരി വിട്, ഇനി ചെയ്യില്ല. ഓക്കെ അല്ലേ? ഗുഡ് ഗേൾ. വാ പോവാ. നല്ല തങ്കപ്പെട്ട പയ്യനാ സിദ്ധാർത്ഥൻ. അവൻ എത്രമാത്രം ക്ഷമയുള്ളവനാ. ഞാൻ ഇതുപോലുള്ള പയ്യന്മാരെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ശരിയാ ശ്രീധർ, കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ ഇങ്ങനെ തന്നെ. ഒന്നിനും വാശിയില്ല, നിർബന്ധങ്ങളൊന്നുമില്ല. പാവം പയ്യൻ. അത് വളരെ ശരിയാ. ഇനി യാദൃച്ഛികമായി അമ്മാവന്റെ വീട്ടിലെങ്ങാനും ഇരിക്കേണ്ടതായ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കുറച്ച് സീരിയസ് ആകാൻ സാധ്യതയുണ്ട്. സിദ്ധാർത്ഥ അങ്ങനെയല്ല. ഒട്ടും തന്നെ സീരിയസ് ആകാതെ തന്നെ ആദ്യം കംഫർട്ടബിൾ ആയിരിക്കാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യാൻ വേണ്ടി അവൻ തയ്യാറാണ്.